കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ കോഴിക്കോട് വടകര കടത്തനാട് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ സുധീർ കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് വടകര കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം. കേസുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും കോടതി വെള്ളിയാഴ്ച വരെയാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. UDF ഭാരവാഹികൾ നിയന്ത്രിക്കുന്ന സൊസൈറ്റിയിൽ 2.61 കോടിയിലധികം രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത് 35 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികളിൽ ഒരാളായ സുധീർ കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ വേഗത കുറവും വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ പ്രതിയെ സൊസൈറ്റിയിലും മറ്റു സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പണം എങ്ങോട്ടാണ് വകമാറ്റിയതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇല്ലാത്ത കരാർ ജോലികൾ കാണിച്ച് പണം UDF നിയന്ത്രിക്കുന്ന സൊസൈറ്റി ഭാരവാഹികൾ തിരിമറി നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൈരളി ന്യൂസ്, കോഴിക്കോട്.